ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 2 സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഹാഫ് ഓണിയൻ, പിന്നെ 2 ടൊമാറ്റോ, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചിക്ക് പീസ്. ഇത് കുക്ക് ആൻഡ് റെഡി ടു യൂസ്. നമുക്കിങ്ങനെ ഇതിനകത്ത് കിട്ടുന്ന ചിക്ക് പീസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഈസി ഇത് വേവിച്ചെടുക്കാൻ. വെള്ളത്തിലകത്തൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നതിന് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് ഒന്ന് തൊലി ഒന്ന് കളഞ്ഞ് ആവിയിലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ തൊലിയൊക്കെ പിടിച്ച് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് നീളത്തിലാണ് അരിയാൻ പോകുന്നത്. ചെറിയ സ്ലൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ ചെറുതായിട്ട് പൊരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഏകദേശം ഒരു 5-8 മിനിറ്റേ ഇത് എടുക്കുകയുള്ളൂ. അപ്പം വേഗം വേവിക്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. തണുപ്പുവെള്ളത്തിന് വരെ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇതിന് മുകളിൽ തൂവുന്നുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ വേവുന്ന നേരത്തിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഉള്ളിയൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പകുതി ഉള്ളി മതിയാകും. ചെറുതായിട്ട് നമുക്ക് എടുക്കാം. ടൊമാറ്റോയും ചെറുതായിട്ട് ചെറിയ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് 2 ടൊമാറ്റോ ഇടാം, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ. ഇനി വേണ്ടത് ഈ ചിക്ക് പീസാണ്. ഇത് വാട്ടറിനകത്ത് ഉള്ള ചിക്ക് പീസാണ്. അപ്പോൾ ഞാനതൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ചിക്ക് പീസ് ഒന്ന് അതിൻ്റെ ടിന്നിനകത്തൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്കിങ്ങനെ ഇത് കുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സവാള ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് പോലും ഇത് എടുത്തിട്ടില്ല ഇത് കുക്കാവാൻ. ഉള്ളിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. നമുക്ക് ഈ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അതുപോലെ ആവശ്യമുള്ള അത്ര എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച്
അടച്ച് വെച്ചൊന്ന് ഒഴിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പം ഇങ്ങനെ നേരത്തെ ഇങ്ങനത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ടൊമാറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചിക്ക് പീസ് ആഡ് ചെയ്യാം. 1-2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ചിക്ക് പീസ് എല്ലാം കുക്ക്ഡ് ചിക്ക് പീസ് ആണ്, അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് വേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് ആവിയേറ്റുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു പൊട്ടറ്റോ മാഷർ വെച്ച് ജസ്റ്റ് നമുക്ക് ഈ ചിക്ക് പീസൊക്കെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ഇത് റാപ്പിനകത്തൊക്കെ പൊതിയുള്ളതുകൊണ്ട് ഒന്ന് മാഷ് ചെയ്തില്ലെങ്കിൽ അത് ശരിയായിട്ട് വരില്ല. ചിക്ക് പീസൊക്കെ ആണെങ്കിൽ നല്ല പ്രോട്ടീനാണ്, പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പം വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കും. നമ്മൾ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ റെഡിമെയ്ഡ് ഫുഡും ഒക്കെ മേടിച്ച് കഴിക്കേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആഴ്ചയിലൊന്നും ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായി. പ്രത്യേകിച്ച് ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നമ്മുടെ റാപ്പിനുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഷുഗറുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു ഫുഡാണ്. നമ്മുടെ സാധാരണ പൊട്ടറ്റോയെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹെൽത്തിയാണ്. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ ഓൾറെഡി കുക്കായതുകൊണ്ട് അത് ഇനി അധികം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റാപ്പിനുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിനി നമുക്ക് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് റാപ്പ് റെഡിയാക്കാൻ. നമ്മുടെ റാപ്പിനുള്ള മിക്സ്ചറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഞാനത് പാക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 4 റാപ്പ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചത് ചൂടാക്കിയതാണ്. റാപ്പിലോട്ട് 1-2 സ്പൂൺഫുൾ ഞാൻ പറഞ്ഞു ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു കട്ടനട്ട് കുടിച്ചിട്ട് പോകാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അപ്പം നല്ല ഹെവി ആയിട്ടൊന്നും തിന്നിട്ട് പോകാനുള്ള സമയം കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കും. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അതായത് ചിക്ക് പീസും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ആയിട്ട് നല്ല റിച്ചാണ്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ വിശപ്പൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഓരോന്നും പകുതിയായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ഫിലിമിൽ പൊതിഞ്ഞ് വയ്ക്കും. അതിങ്ങനെ പൊതിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത്
ഒരാഴ്ചത്തേക്ക് ആണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇത് തമ്മിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ക്ലിൻ ഫിലിമിൽ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള റാപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിത് നോക്കുവാണെങ്കിൽ കാണാം, ഫില്ലിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഇത് ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലൊന്നും ഞാനിതൊന്നും ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. പക്ഷേ പറഞ്ഞ പോലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സമയം കിട്ടാത്ത അവസരങ്ങളിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ അങ്ങനെ റെഡിമെയ്ഡായ സാൻഡ്വിച്ചൊന്നും മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഹെൽത്തി ആയ നല്ലൊരു ഹോം മെയ്ഡ് റാപ്പ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇതിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസി ആയ നല്ല പുളിയൊക്കെയുള്ള നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.